ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായ് ഫ്രെയിം ടൂറാണ് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് പോവാത്തവർക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിലേക്ക് പോവാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ദുബായ് ഫ്രെയിം. അതാണ് ദുബായ് ഫ്രെയിം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ വെള്ളം ഫ്രീ ആണ്. നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് അഡൽട്ട് 50 ദിറാണ് വരുന്നത്. ലൊക്കേഷൻ മാപ്പ് അതിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഫുൾ തണലാണ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. പുറത്ത് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദുബായ് ഫ്രെയിമിലേക്ക്. അവിടെ ഒരു റോബോ കഫേ ഉണ്ട്. അതിൽ നമുക്ക് കോഫി കുടിക്കാം. നല്ല ഫെസിലിറ്റിയാണ്. പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് കോഫി റെഡിയാണ്. ഇതാണ് റോബോ കഫേ. അപ്പോൾ ഇതാണ് ബേസ്മെന്റ് കാണുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ ബേസ്മെൻ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ദൂരെ നിന്നുള്ള വ്യൂ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വാട്ടർ ഫ്രണ്ട് വരുന്നുണ്ട്, വാട്ടർ ഫൗണ്ടൈൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് കയറി ദുബായ് ഫ്രെയിമിൻ്റെ ജസ്റ്റ് ബേസ്മെൻറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് വരുന്നുണ്ട്. അതിൽ മേലെ കയറി നല്ല രസം കാണാൻ, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ദുബായ് ഫ്രെയിമിൻ്റെ ഫോട്ടോസിൻ്റെ നമുക്ക് ഫാമിലി പിക്ചർ എടുക്കാം. നമുക്ക് നല്ല നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടും. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഓപ്ഷനുള്ളതാണ്. ഇത് ജസ്റ്റ് മേലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് ദുബായ് ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ അലൗഡാണ്, ക്യാമറ അലൗഡാണ്. അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എൻട്രൻസിൽ എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഫാദർ ഓഫ് ദുബായിനെ കുറിച്ചൊരു 2 വേർഡൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ കയറുമ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. മുന്നേ ഉപയോഗിച്ചിരുന്ന കോഫി, ടൈലർ മെഷീൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, സ്പൈസസ് എല്ലാം അവിടെ കാണിച്ചു. എല്ലാം ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ വെച്ചിട്ടുള്ളത്, നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പാടില്ല. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുകയാണ്. ഇതാണ് ലിഫ്റ്റ്. 2 ലിഫ്റ്റാണുള്ളത്. നമ്മൾ ജസ്റ്റ് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ദുബായ് ഫ്രെയിമിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലിഫ്റ്റ് യാത്രയാണ് കേട്ടോ. ഈ ലിഫ്റ്റിൽ കയറിയിട്ടുള്ള ആ ഒരു മേലേക്ക് പോണ വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സിയൊക്കെ നമ്മൾ താഴെ മേലെ നോക്കുമ്പോൾ താഴെ ടാക്സി കാറുകളൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എത്ര കയറിയാലും നിൽക്കണില്ല, അത്ര ഹൈറ്റിലാണല്ലോ ദുബായ് ഫ്രെയിം. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ദുബായ് ഫ്രെയിമിൻ്റെ ആ ബ്രിഡ്ജ് പോലെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഫസ്റ്റ് നമുക്ക് നടക്കാൻ പേടിയായിരിക്കും, കാരണം താഴേക്ക് വീഴുമോ, ഗ്ലാസ് പൊട്ടുമോ, അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല. നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോർമലായിരിക്കും. താഴെ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഗ്ലാസ്സിലൂടെ നടക്കുന്നതാണ് മേലത്തെ ഹൈലൈറ്റ്. വേറെ പ്രത്യേകിച്ച് കാണാനില്ല. പിന്നെ പുറത്തെ വ്യൂ അങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. വേറെ അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നും മേലെ ഇല്ല. മേലെ നിന്നുള്ള വ്യൂ ആണ്. ദുബായ് മൊത്തം, ഷാർജ വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഗ്ലാസ്സിലും കൂടെയുള്ള നടത്തം, അതൊക്കെ തന്നെ അതിൽ മെയിൻ. പിന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്, നമുക്ക് അത്യാവശ്യം കഴിക്കാം. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ വ്യൂ ഒക്കെ, റോഡൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും ഫോട്ടോ എടുക്കലാണ് മെയിൻ. അപ്പം മോളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഗ്ലാസ്സിലൊന്ന് നടത്തിച്ചതായിരുന്നു. കാണുന്നുണ്ടാവില്ലല്ലോ. വേറെ പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടൊന്നുമില്ല. മേലെ കയറിയിട്ടുള്ള ഹൈറ്റ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ, നല്ല വ്യൂ ആണ്. നമ്മുടെ ഷെയ്ഖ് സായദിൻ്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അത് ആക്ച്വലി ഇതിന്മേൽ കയറിയാൽ തന്നെ കാണുള്ളൂ കേട്ടോ. ഈ ദുബായ് ഫ്രെയിമിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലാണ് ആ ഫേസ് കാണുക, കാരണം റോഡിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇതാണ് പറഞ്ഞ കഫേ. കോഫി ഉണ്ട്, ചോക്ലേറ്റ്സ്, കേക്ക്സ്, മഫിൻസ് എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം നല്ല റേറ്റാണ്, ഒന്നും അഫോർഡബിൾ അല്ല.
പിന്നെ ടൂറിസ്റ്റാണ് ഇങ്ങോട്ട് അധികം വരിക. കാരണം വൺസ് ഇൻ എ ലൈഫ് അങ്ങനെയല്ല വരുള്ളൂ. എപ്പോഴും ഇപ്പോൾ ദുബായ് ഫ്രെയിമിൽ വരലൊന്നും പോസിബിൾ അല്ലല്ലോ. ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതായി തോന്നി നമുക്ക് അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ. വണ്ടികളൊക്കെ ഷെയ്ഖ് സായദ് റോഡ് കാണുന്നുണ്ട്. ബിൽഡിംഗ് ഒക്കെ വളരെ ചെറുത്. നമ്മൾ ദൂരെ ഷാർജ കോർണിഷ് ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ് വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യാലിറ്റി ഇല്ല. ഈ കാഴ്ചകൾ തന്നെയാണ് മെയിൻ. ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ ലിഫ്റ്റിലുള്ള പോക്കും വരവുമാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫോട്ടോ നെയിം അതൊക്കെ ഇവിടെ ഇവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഫുൾ ദുബായ് ഫ്രെയിമിൻ്റെ ടീഷർട്ട്, കീ ചെയിൻ, അങ്ങനെ പല ഐറ്റംസ് അവിടെ ഉണ്ട്. ബുക്ക്, പെൻ, അംബ്രല്ല എല്ലാം ഉണ്ട്. വേണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ എല്ലാം എക്സ്പെൻസീവ് ആണ്. മിനിമം 35 ദിർഹമാണ് മിനിമം. നമ്മളതൊക്കെ കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ്മെൻ്റാണ് ഈ കാണുന്നത്, ദുബായ് ഫ്രെയിമിൻ്റെ ബേസ്മെൻറ്റ്. നമുക്ക് പുറത്തിരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നേരെ ഫ്രണ്ടിൽ പാർക്കുണ്ട്. ഇത് ജബീൽ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ദുബായ് ഫ്രെയിം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം. ബായ്.